ഹായ് നമസ്കാരം. സിലബസിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2026 ജൂൺ സൈക്കിളിലേക്ക് അല്ലെങ്കിൽ ജൂലൈ സൈക്കിളിലേക്കുള്ള നെറ്റ് സെറ്റ് അതുപോലെ കാറ്റഗറി 3 ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഈ പ്ലേലിസ്റ്റിൽ ഇതിന്റെ കൂടെ തന്നെ കുറേ അധികം വീഡിയോസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കേട്ടറ്റിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റിനും സെറ്റിനും ഒക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള വീഡിയോസ് അതിൽ അപ്ലോഡഡ് ആണ്. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷിനുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പെയ്ഡ് ബാച്ച് ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മൊബൈൽ നമ്പർ അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിവേ, ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് കുറേ പേരെ എടുത്ത് പാസ്സാക്കാൻ വേണ്ടിയിട്ടില്ല. മിനിമം ആൾക്കാരെ എടുത്ത് ലിമിറ്റഡ് ആൾക്കാരെ എടുത്ത് അവർ നന്നായിട്ട് പഠിപ്പിച്ച് അതിലെല്ലാവരെയും ക്വാളിഫൈ ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങളത് സീരിയസ് ആസ്പിരൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, നോ പ്രോബ്ലം. അങ്ങനെയുള്ളവരെ മാത്രമേ നമ്മൾക്കും പഠിപ്പിക്കാൻ താല്പര്യമുള്ളൂ. കാരണം റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈവ് ക്ലാസ്സസ് ആണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ട് ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. എനിവേ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ഏജ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ കുറച്ച് കുറച്ച് ഇൻഡെപ്ത് ആയിട്ടാണ് നോക്കുന്നത്. കുറച്ച് ഒരു പെരിഫറൽ അല്ല നമ്മൾ നോക്കുന്നത്. ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് ഉള്ളിലേക്കുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ ഏജ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ നിയോ ക്ലാസിക്കൽ ഏജ് കഴിഞ്ഞതിന് ശേഷം റൊമാൻറ്റിക് പീരീഡ് എത്തുന്നത് വരെ, ഇതിന് മുമ്പേയുള്ള ജസ്റ്റ് പിന്നിലുള്ള വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിൽ ഇതുപോലെ റൊമാൻറ്റിക് പീരീഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ ചെയ്യുന്നത് ഈ റൊമാൻറ്റിക് പീരീഡ് എത്തുന്നതിന് മുൻപ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിയോ ക്ലാസിക്കൽ പീരീഡ് 1700കളുടെ തുടക്കം തൊട്ടുള്ളായിരുന്ന നിയോ ക്ലാസിക്കൽ ഏജ്, ക്ലാസിസിസ്റ്റ് ഏജ് അല്ലെങ്കിൽ ക്ലാസിസം ഉണ്ടായിരുന്ന ഏജ് തൊട്ട് പിന്നീട് അത് അവസാനിക്കുന്നത് വരെ ക്ലാസിക്കൽ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിസിസം എന്ന് പറയുന്ന ആ ഒരു പ്രവണത അവസാനിച്ചതിന് ശേഷം റൊമാൻറ്റിസിസം എത്താൻ വരെയുള്ള കുറച്ച് കാലം എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ റൊമാൻറ്റിസിസം തുടങ്ങുന്നത് ജർമ്മനിയുടെ ഒരു മണ്ണിലാണ്. അപ്പോൾ ഒരു 1730 1740 മുതലൊക്കെ തിരിച്ചിങ്ങോട്ട് ഒരു 1800കൾ വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഏജ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. അതായത് സാധാരണ കുറച്ച് റൈറ്റേഴ്സിനെ ഉള്ളിലേക്ക് എടുത്ത് ഡെപ്ത് ആയിട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ദ ഏജ് ഓഫ് ട്രാൻസിഷൻ ഈസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് ദ പീരീഡ്. അപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1660 ടു 1670, 1700 ടു 1750, 1750 ടു 1798, 1798 ടു 1832. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഞാൻ പറഞ്ഞതിൽ നിന്ന്, ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം ഇതിലേക്ക് കൃത്യമായിട്ട് കിട്ടും. എങ്ങനെയാണ് വരുന്നത്? സി ഓപ്ഷനാണ്. കാരണം ക്ലാസിസം എന്ന് പറയുന്ന പീരീഡ് തൊട്ട് ഏകദേശം 1750 അല്ലെങ്കിൽ 40 ശേഷം 1798 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഏജ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്ന അടയാളപ്പെടുത്തുന്ന ഈ ഒരു ഏജിന്റെ വരവുണ്ടായിട്ടുള്ളത്. റൈറ്റ്. ദ ഡിക്ലൈൻ ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ വിച്ച് ടു പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് മാർച്ച് ദിസ് പീരീഡ്. അതൊരു നല്ല ചോദ്യമാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാവലിയേഴ്സ് ആൻഡ് റൗണ്ട് ഹെഡ്സ്, വിഗ്സ് ആൻഡ് ടോറീസ്, ലിബറൽസ് ആൻഡ് കൺസർവേറ്റീവ്സ്, ജക്കോബൈറ്റ്സ് ആൻഡ് ആനോറിയൻസ്. ഇത് ഒരു ഓപ്ഷൻ നമുക്ക് എന്തായാലും ഡയറക്റ്റ് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്, കാവലിയേഴ്സ് ആൻഡ് റൗണ്ട് ഹെഡ്സ്. അപ്പൊ ആരായിരിക്കും ഇതിൽ ഉത്തരം എന്ന് പറയുന്നത്? ഒന്നാലോചിച്ച് നോക്കൂ. ഇതിൽ ബി ആയിട്ടുള്ള വിഗ്സ് ആൻഡ് ടോറീസ് ആണ് അന്ന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന രണ്ട് പൊളിറ്റിക്കൽ പാർട്ടി. ഇത് രണ്ടുപേരും, ഒരാൾ രാജാവിന് വേണ്ടി നിന്നു, ഒരാളല്ലാത്ത കൺസർവേഷന് വേണ്ടി നിന്നു. അങ്ങനെയാണ് അതിലെ വ്യത്യാസം വരുന്നത്. അപ്പൊ വിഗ്സ് ആൻഡ് ടോറീസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ്. The age of transition reflects a shift from romanticism to realism, classicism to romanticism, realism to modernism, neoclassicism to റിയലിസം. അത് ഡയറക്റ്റ് ഉള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഈ പറഞ്ഞതെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ക്ലാസിസിസം ടു റൊമാൻറ്റിസം എന്ന് പറയുന്ന ബി ഓപ്ഷനിലുള്ളതാണ് വരുന്നത്. കാരണം രണ്ടിന്റെ ഇടയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പീരിയഡ് ആണിത്. അപ്പൊ ഇതിൽ നിന്ന് വിട്ട് പുതിയതിലേക്ക് ചേക്കാറാനുള്ള ഒരു ലിറ്ററേച്ചറിന്റെ അല്ലെങ്കിൽ ലിറ്റററി ഓപ്ഷൻസിന്റെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഒരു മൂവ്മെന്റ് ആണ് അവിടെ നടന്നുകൊണ്ട് ഇരുന്നത്. വിച്ച് മേജർ യൂറോപ്യൻ ഇവന്റ് ഓഫ് 1789 ഇൻഫ്ലുവൻസ്ഡ്
ഇംഗ്ലീഷ് ലിറ്ററേച്ചർ? നല്ല ചോദ്യമാണ്, പക്ഷെ ഡയറക്റ്റ് ചോദ്യമാണ്, എളുപ്പമുള്ള ചോദ്യമാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണോ, ഫ്രഞ്ച് റവല്യൂഷൻ ആണോ, അമേരിക്കൻ റവല്യൂഷൻ ആണോ, റഷ്യൻ റവല്യൂഷൻ ആണോ, ഇതിലേതാണ് വന്നിട്ടുള്ളത്? ഡയറക്റ്റ് ചോദ്യമല്ലേ, ഇത് നമ്മൾ 10ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ 1789 ഫ്രഞ്ച് റവല്യൂഷൻ വരുന്നുണ്ട്. ഇറ്റ് ഇൻസ്പയർഡ് ഐഡിയാസ് ഓഫ് ലിബർട്ടി ആൻഡ് സോഷ്യൽ ചേഞ്ച്. പ്രധാനമായിട്ടും നമ്മൾ അന്ന് 3 ഘടനകളൊക്കെ പഠിക്കുന്നുണ്ട് ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട്. ദ റിട്ടേൺ ടു നേച്ചർ ഇൻ ദിസ് പീരീഡ് എംഫസൈസ്ഡ്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റിട്ടേൺ ടു നേച്ചർ എന്ന് പറയുന്ന ഐഡിയ എന്തിനെയാണ് സൂചിപ്പിച്ചിരുന്നത്? ഹ്യൂമൻ സൈക്കോളജി, അർബൻ ലൈഫ്, നാച്ചുറൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ നേച്ചറിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൽ ഉദ്ദേശം ഉണ്ടാവുക? നാച്ചുറൽ എൻവയോൺമെന്റ്. അതായത് റൊമാൻറ്റിസത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഇതിൽ ഉത്തരം സി ആണ്. കാരണം റൈറ്റേഴ്സ് ഫോക്കസ്ഡ് ഓൺ ഫിസിക്കൽ നേച്ചർ റാദർ ദാൻ ഹ്യൂമൻ സെന്റേർഡ് തീംസ്. ഈ നിയോ ക്ലാസിക്കൽ പീരീഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ബിഷപ്പ് പേഴ്സീസ് റിലീക്സ് വാസ് പബ്ലിഷ്ഡ് ഇൻ. ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. എന്നാണ് ബിഷപ്പ് പേഴ്സിയുടെ റിലീക്സ് എന്ന് പറയുന്ന വർക്ക് വന്നിട്ടുള്ളത്? 1745, 1750, 1765, 1780. 1765 സി ഓപ്ഷനിലാണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുക. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലിറ്ററേച്ചറിലെ ബെല്ലാഡ് ട്രഡീഷനെ അല്ലെങ്കിൽ ബെല്ലാഡുകൾ എഴുതാനുള്ള ഒരു ഇൻട്രസ്റ്റിനെ റിവൈവ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് പിന്നെയും ആൾക്കാർക്ക് ബെല്ലാഡുകളോടുള്ള ഒരു ഇഷ്ടം തുടങ്ങാൻ അല്ലെങ്കിൽ അതിലേക്കുള്ള റിവൈവ് ചെയ്യാനുള്ള ഒരു താല്പര്യം അവരിലേക്ക് ഉടലെടുക്കാൻ വേണ്ടിയിട്ട് ബിഷപ്പ് പേഴ്സിയുടെ റിലിക്സ് എന്ന് പറയുന്ന ബുക്ക് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ദ റിലിക്സ് കോൺട്രിബ്യൂട്ടഡ് ടു ഏതിലേക്കാ? ഡയറക്റ്റ് ചോദ്യമല്ലേ. റിയലിസം, ഗോത്തിക് ഫിക്ഷൻ, ബലാഡ് റിവൈവൽ, ഡ്രാമ റിഫോം. ഡയറക്റ്റ് ചോദ്യം, ഈസി. കാരണം നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. സി ആണ്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൾഡ് ഫോക്ക് ആൻഡ് ബെല്ലാഡ് ട്രഡീഷൻ. സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ബെല്ലാഡ് റിവൈവലിന് വേണ്ടിയിട്ടാണ് റിലിക്സ് ബിഷപ്പ് പേഴ്സി എഴുതുന്നത്. അല്ലെങ്കിൽ അതിലൂടെ വന്നിട്ടുള്ള റിഫോർമേഷൻ അവിടെയാണ് കിടക്കുന്നത്. ദ ഡിക്ലൈൻ ഓഫ് പൊളിറ്റിക്കൽ റൈറ്റിംഗ് ഇൻ ദിസ് ഏജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? ബയർൺ ആൻഡ് ഷെല്ലി, ജോൺസൺ ആൻഡ് ഗോൾഡ്സ്മിത്ത്, വേർഡ്സ്വർത്ത് ആൻഡ് കോളേജ്, പോപ്പ് ആൻഡ് ഡ്രൈഡൻ. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കാരണം 2 ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും ഇവിടെ. ഉത്തരം ഏതാണ്? ജോൺസൺ ആൻഡ് ഗോൾഡ്സ്മിത്ത് എന്ന് പറയുന്ന 2 പേരാണ് ഇതിൽ വരുന്നത്. ദേ റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് എക്സസീവ് പൊളിറ്റിക്കൽ റൈറ്റിംഗ്. അവർ കുറച്ചും കൂടെ വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിച്ചു. കാരണം ആ ടൈമിൽ ഉണ്ടായിരുന്ന ജോൺസന്റെ എഴുത്തുകളെ കുറിച്ച് അറിയാൻ ഡയറി അല്ല ഡിക്ഷണറി വരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഗോൾഡ്സ്മിത്തിന്റെ പോയംസ് വരുന്നു. റൈറ്റ്. ആ കാലഘട്ടത്തിലുള്ള വ്യത്യാസങ്ങളാണ് പൊളിറ്റിക്കൽ റൈറ്റിംഗിലേക്കുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇവർ സഹായിച്ചിട്ടുണ്ട്. റൈറ്റ്. ഡോക്ടർ സാമുവൽ ജോൺസൺ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് only a poet, only a critic, multi-genre man of letters, only a dramatist. ഏതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം ഏതൊക്കെ തരത്തിൽ എഴുതിയിട്ടുള്ള ആളാണ്? പോയറ്റ് മാത്രമാണോ, ക്രിട്ടിക് മാത്രമാണോ, അതോ മൾട്ടി ജോണറിൽ എഴുതിയിട്ടുള്ള ആളാണോ, ഡ്രമാറ്റിസ്റ്റ് മാത്രമാണോ? അദ്ദേഹം മൾട്ടി ജോണറിൽ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പോയട്രി എഴുതിയിട്ടുണ്ട്, പ്രോസ് എഴുതിയിട്ടുണ്ട്, ക്രിറ്റിക്സ് എഴുതിയിട്ടുണ്ട്, ഡിക്ഷണറി എഴുതിയിട്ടുണ്ട്, ലെക്സിക്കോഗ്രാഫർ ആണ് അല്ലെ. പല തരത്തിലുള്ള കഴിവുള്ള ഒരാളായിരുന്നു നമ്മുടെ ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്നത്. ജെയിംസ് ബോസ്വെൽസ് ഫേമസ് ബയോഗ്രഫി ഈസ്. ജെയിംസ് ബോസ്വെല്ലിന്റെ ബയോഗ്രഫി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി അല്ല, ബയോഗ്രഫി. ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ലൈഫ് ഓഫ് ഡ്രൈഡൻ, ലൈഫ് ഓഫ് മിൽട്ടൺ, ലൈഫ് ഓഫ് സാമുവൽ ജോൺസൺ, ലൈഫ് ഓഫ് പോപ്പ്. ഇത് കുറച്ചും കൂടെ നെറ്റ് ലെവലുള്ള ഒരു ചോദ്യമാണ്. സ്റ്റിൽ അല്ലെങ്കിൽ സെറ്റ് ലെവലിലുള്ള ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. ലൈഫ് ഓഫ് സാമുവൽ ജോൺസൺ ആണ് പ്രധാനമായിട്ടും അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് ഓഫ് സാമുവൽ ജോൺസൺ എന്ന് പറയുന്ന ബുക്ക്, ആ ബയോഗ്രഫി എഴുതിയിട്ടുള്ളത് ജെയിംസ് ബോസ്വെൽ ആണ്. ഇതിനെ തന്നെ ഗ്രേറ്റസ്റ്റ് ബയോഗ്രഫീസ് എന്നാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇത് അറിയപ്പെടുന്നത്. ഇനി ജോൺസണിലേക്ക് തന്നെ തിരിച്ചു വരാം. ജോൺസൺസ്
ലണ്ടൻ വാസ് പബ്ലിഷ്ഡ്. ലണ്ടൻ എന്ന് പറയുന്ന വർക്ക് എന്നാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1738, 1744, 1749, 1755 എന്നാണ്. 1738 അദ്ദേഹത്തിന്റെ മേജർ പബ്ലിഷ്ഡ് പോയമായിട്ടുള്ള ലണ്ടൻ വരുന്നത്. അപ്പൊ 1738 ജോൺസൺ ലണ്ടൻ പബ്ലിഷ് ചെയ്യുന്നു. ഫസ്റ്റ് മേജർ പബ്ലിഷ്ഡ് പോയമായിട്ടാണ് ലണ്ടൻ കണക്കാക്കുന്നത്. ഒരു ചെറിയ അറിയിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ജൂൺ 2026 കാറ്റഗറി 3 ഇംഗ്ലീഷിലേക്കുള്ള ഒരു 12 തൊട്ട് 15 പേരുടെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സൈക്കോളജി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പെഡഗോഗി മൂന്നും നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. സോ നമ്മളുടെ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഒരു 7 ആഴ്ച ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തരണം. നിങ്ങൾ ഈ പ്രാവശ്യത്തെ കാറ്റഗറി 3 എന്തായാലും പാസ്സാവുന്ന തരത്തിൽ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത്, ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല, പ്യുവർ നിങ്ങളെ സബ്ജക്റ്റ് നോളജ് പഠിപ്പിക്കാനുള്ള ക്ലാസ് ആണ്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ സെറ്റോ അല്ലെങ്കിൽ നെറ്റോ എഴുതാനുള്ളവർക്ക് ഇതൊരു സഹായമായിരിക്കും. ഇനി സെറ്റോ നെറ്റോ പ്രിപ്പയർ ചെയ്ത് വരുന്നവരാണെങ്കിൽ അങ്ങനെയും ആവും. ഇവിടെ സൈക്കോളജി കൃത്യമായിട്ട് എംഎഡ് കഴിഞ്ഞ് സൈക്കോളജി അറിയുന്ന ടീച്ചറായിരിക്കും എടുക്കുക. പെഡഗോഗി അതുപോലെ തന്നെ ഈ എടുക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും നെറ്റ് ക്വാളിഫൈഡ് ആൾക്കാരാണ്. സോ ആ ഒരു ലെവലിൽ നിന്നുള്ള ക്ലാസ്സുകൾ നമുക്കൊരു 7 ആഴ്ച നിങ്ങൾക്ക് തരണം. 7 ആഴ്ച നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ, സീരിയസ് ആയിട്ട് ആസ്പിരൻസ് ആണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും കാറ്റഗറി 3 നിങ്ങൾ 2026 ജൂണിൽ എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോളസ്. നമ്മൾ കൃത്യമായിട്ടൊരു സിലബസ് വെച്ചുകൊണ്ട്, അതായത് വരുന്ന PYQ അടക്കം MCQസിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വൈകുന്നേരങ്ങളിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവാൻ സാധ്യത. റൈറ്റ്? അപ്പോൾ എന്തായാലും ഇനി അധികം ദിവസങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് മെയ് ഫസ്റ്റ് വീക്കായി. എന്തായാലും പെട്ടെന്ന് തന്നെ എന്തുണ്ടായിരിക്കും, റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ മെയ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മാക്സിമം സെക്കൻഡ് വീക്കോട് കൂടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പരീക്ഷ വിളിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റോട് കൂടി ഇതിന്റെ അപ്ലിക്കേഷൻ ക്ലോസ് ആവും. മാക്സിമം ജൂൺ അല്ലെങ്കിൽ മാക്സിമം ജൂലൈ ഫസ്റ്റ് വീക്കോട് കൂടി പരീക്ഷയും വരും. സോ നമ്മുടെ മുമ്പിലുള്ളത് ഏകദേശം ഇപ്പൊ മെയ് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 60 ദിവസം അല്ലെങ്കിൽ 70 ദിവസത്തിന്റെ അടുത്താണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ അതിലെ ഒരു 7 ആഴ്ചയാണ് ഞാൻ ചോദിക്കുന്നത്. ആ 7 ആഴ്ച ഞങ്ങൾക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാറ്റഗറി 3 വിജയിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ തരുന്നു. എനിവേ, അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ദ ക്യാരക്ടർ സ്പീക്കിംഗ് ഇൻ ലണ്ടൻ ഈസ്. ലണ്ടനിൽ പറയുന്ന ക്യാരക്ടർ, അതായത് ലണ്ടൻ എന്ന് പറയുന്ന ജോൺസന്റെ വർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പബ്ലിഷ്ഡ് പോയം ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ വാട്ട് ഈസ്, അല്ലെങ്കിൽ ഹൂ ഇസ് ദ ക്യാരക്ടർ? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ സ്പീക്കിംഗ് ഇൻ ലണ്ടൻ ഈസ് തെയിൽസ്. തെയിൽസ് എന്നാണ്. തെയിൽസ് എക്സ്പ്രസസ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലണ്ടൻ ലൈഫ്. അതായത് നമ്മൾ ചില ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എലിയറ്റിന്റെ ഒക്കെ കവിതകളിൽ പറയുന്ന പോലെ ലൈഫ് എന്നുള്ളതിന് ഉപരിയായിട്ട് ഒരു സിറ്റി, അർബൻ ലൈഫിനെ എങ്ങനെയാണിത് കുറിക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് ആൽഫ്രഡ് ജെ പ്രൂഫ്രോക്കിന്റെ കവിത, അതിൽ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഈ ലണ്ടൻ നഗരത്തിന്റെ പേര്, നഗരം എന്നുള്ളത്, ലണ്ടൻ നഗരം എന്നുള്ളത് വേറെയാണ്, നഗരം എന്ന് പറയുന്നത് വേറൊരു കൺസെപ്റ്റ് ആണ്. സോ എനിവേ, തെയിൽസ് ആണ് ഇതിലെ ക്യാരക്ടറായിട്ട് സ്പീക്ക് ചെയ്യുന്നത്. ദി വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1738, 1744, 1749, 1755. ഏതാണ് ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് വന്ന വർഷം? ജോൺസന്റെ മെച്യൂർ പോയറ്റിക് വർക്കായിട്ടുള്ള ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് വന്നിട്ടുള്ളത് 1749. നിങ്ങൾ നോക്കൂ, കറക്റ്റ് ആയിട്ട് ആ ട്രാൻസിഷൻ പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ട്രാൻസിഷൻ പീരീഡിൽ വന്ന റൈറ്റേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളിലും പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എന്ന് പറയുന്നത് 1749 വന്നിട്ടുള്ളത്. ദ സബ് ടൈറ്റിൽ ഓഫ് ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് റെഫേഴ്സ് ടു ഹൊറൈസ്, യുവനൈൽസ് ടെൻത്ത് സറ്റയർ, വിർജിൽ, ഓവിഡ്. ഇത് ഏതുമായി റഫർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏതുമായിട്ട് ഇൻസ്പയർ ആയിട്ട് റഫർ ചെയ്യുന്ന ഒരു വർക്കാണെന്നാണ് ചോദിക്കുന്നത്. ഇത് ജൂനൈൽസിന്റെ 10th സറ്റയർ എന്ന് പറയുന്ന അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട്, അതിൽ നിന്ന് റഫറൻസ് എടുത്തുകൊണ്ടാണ് ജോൺസൺ ഈ വർക്ക് എഴുതുന്നത്. ജോൺസൺസ് ഓൺലി പ്ലേസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ചില ആൾക്കാരുടെ ചില വർക്കുകളുണ്ട്, അവരൊറ്റൊന്നും എഴുതിയിട്ടുണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ബ്രോണ്ടെ സിസ്റ്റേഴ്സിൽ ചില ആൾക്കാർ ഒരൊറ്റ വർക്ക് എഴുതിയിട്ടുള്ളൂ.
റൈറ്റ്, അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജോൺസൺസ് ഓൺലി പ്ലേ ഈസ് ഏതാണ്? ഐറീൻ എന്ന് പറയുന്നതാണ്. ഇതൊരു നിയോ ക്ലാസിക്കൽ ട്രാജഡി ആയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നിയോ ക്ലാസിക്കൽ എന്താണെന്ന് നമുക്കറിയാം, ട്രാജഡി എന്താണെന്ന് നമുക്കറിയാം. റൈറ്റ്, നിയോ ക്ലാസിക്കൽ ട്രാജഡി ആയിട്ടാണ് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റുന്നത്. ഐറിൻ വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ. ഇനി ഈ പ്ലേനെ കുറിച്ചാണ് ചോദിക്കുന്നത്. വെൻ വാസ് ഇറ്റ് ഫസ്റ്റ് പെർഫോംഡ്? 1738-ലാണോ, 1744-ലാണോ, 1749-ലാണോ, 1755-ലാണോ? 1749-ലാണ് ഇത് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത്. സ്റ്റേജ്ഡ് ബൈ ഡേവിഡ് ഗാരിക്. ഡേവിഡ് ഗാരിക്കിനെ നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഡേവിഡ് ഗാരിക് വാസ്, അതാണ് അടുത്ത ചോദ്യം. ഹു വാസ് ഡേവിഡ് ഗാരിക്? എ പോയറ്റ്, പബ്ലിഷർ, ആക്ടർ, മാനേജർ, ക്രിട്ടിക്. അപ്പൊ നമ്മൾ ആ കഴിഞ്ഞ ചോദ്യത്തിലുള്ള സംശയം ഇവിടെ അങ്ങോട്ട് തീർത്തേക്കാം. ആരാണ് ഡേവിഡ് ഗാരിക് എന്ന് പറയുന്നത്? ഹി വാസ് എ ആക്ടർ മാനേജർ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സ്റ്റേജ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരു എഴുത്തുകാരന് ഒരിക്കലും മുഴുവനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഇത് സ്റ്റേജ് ചെയ്യാനും ഇത് പ്രൊഡ്യൂസ് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ ഓരോരുത്തർ വേണം. അപ്പോ ഡേവിഡ് ഗാരിക് എന്ത് ചെയ്യുന്നുണ്ട്? ഹി ഹെൽപ്ഡ് സ്റ്റേജ് ജോൺസൺസ് ഈ പ്ലേ സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐറിൻ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹമാണ്, ഡേവിഡ് ഗാരിക് ആണ് സഹായിക്കുന്നത്. ജോൺസൺ ടുക്ക് അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ഇയേഴ്സ് ടു കംപ്ലീറ്റ് ദ ഡിക്ഷണറി? നല്ല ചോദ്യമാണ്. ഡിക്ഷണറി, ആദ്യത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഡിക്ഷണറി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൊണ്ടുവരുന്നത് ജോൺസൺ ആണ്. എത്ര വർഷം എടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതി തീർക്കുന്നത് എന്നാണ് ചോദ്യം. വലിയ കാലഘട്ടമാണ്. 9 വർഷങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. 9 വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ഡിക്ഷണറി അദ്ദേഹം പുറത്തിറക്കുന്നത്. എ കീ ഇന്നോവേഷൻ ഓഫ് ജോൺസൺസ് ഡിക്ഷണറി വാസ് എന്തായിരുന്നു? ഫോണറ്റിക് സ്പെല്ലിംഗ്, യൂസ് ഓഫ് ഇലിസ്ട്രേഷൻസ്, ലിറ്റററി കൊട്ടേഷൻസ്, ആൽഫബറ്റിക്കൽ ഓർഡർ. ഇതിലേതായിരുന്നു ജോൺസൺ ഡിക്ഷണറിയെ എടുത്ത് മുന്നിലേക്കാക്കി വെച്ചത്? ലിറ്റററി കൊട്ടേഷൻസ് ആണ് അദ്ദേഹം കൃത്യമായിട്ട് അതിൽ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഒരു വാക്ക് എഴുതിയതിനു ശേഷം അതിൽ നിന്ന് വരുന്ന അതിനെയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലിറ്റററി കൊട്ടേഷൻസ് അദ്ദേഹം എടുത്തിടാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സപ്പോർട്ടഡ് മീനിങ്സ് വിത്ത് ലിറ്റററി എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട്, സാധാരണ ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് എക്സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് കുട്ടികൾക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെ ദ മോസ്റ്റ് സൈറ്റഡ് ഓതേഴ്സ് ഇൻ ജോൺസൺസ് ഡിക്ഷണറി ഇൻക്ലൂഡ്, അവിടെയാണ് നമ്മൾ നേരത്തെ പറയുന്നത് വരുന്നത്. ഏറ്റവും കൂടുതൽ ഡിക്ഷണറി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൈറ്റഡ് ഓതേഴ്സ് ആരാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ലിറ്റററി എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഈ ലിറ്റററി എക്സാമ്പിൾസ് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ചില വാക്കുകൾ ഉണ്ടായിരിക്കും, ചില എന്താ പറയാ ലൈൻസ് ഉണ്ടായിരിക്കും, കൊട്ടേഷൻസ് ഉണ്ടായിരിക്കും. ഇതിനെയൊക്കെ എടുത്തതിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് സൈറ്റഡ് ഓതർ ഈ ആരിൽ നിന്നാണ്, ആരുടെയാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, ഷേക്സ്പിയർ ആണോ, മിൽട്ടൺ ആണോ, ഡ്രൈഡൻ, ബയർൺ ആൻഡ് ഷെല്ലി, പോപ്പ് ആൻഡ് സ്വിഫ്റ്റ് ഓൺലി? അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ അതിലുണ്ട്. സോ മോസ്റ്റ് സൈറ്റഡ് ഓതേഴ്സ് ആരൊക്കെ ആവാൻ സാധ്യതയുണ്ട്? അതൊന്നും ഇനിയിപ്പോ മറത്ത് വിചാരിക്കേണ്ട. ഷേക്സ്പിയർ, മിൽട്ടൺ, ഡ്രൈഡൻ എന്ന് പറയുന്ന ബി ഓപ്ഷനിലെ ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ജോൺസൺ അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലിറ്റററി എക്സാമ്പിൾസ്. അവരുടെ വർക്കിലെ വാക്യങ്ങളും അതുപോലെ സെന്റൻസുകളുമാണ് അദ്ദേഹം എടുത്തിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ആരുടെയൊക്കെയാണ്? ഷേക്സ്പിയർ, മിൽട്ടൺ, ഡ്രൈഡൻ എന്നീ പറയുന്ന ആൾക്കാരുടെ. ദ റാംബ്ലർ വാസ് പബ്ലിഷ്ഡ് ബിറ്റ്വീൻ, റാംബ്ലർ 1740-45, 1750-1752, 1760-1765, 1770-1775. റാംബ്ലർ. ഇങ്ങനത്തെ മാഗസീൻസിനെ കുറിച്ച്, ക്ലബ്സിനെ കുറിച്ച് നമ്മുടെ ചോദ്യങ്ങൾ വരാറുണ്ട്. 1750 മുതൽ 52 വരെയുള്ള കാലഘട്ടത്തിലാണ് റാംബ്ലർ വന്നിട്ടുള്ളത്. ട്വൈസ് വീക്ക്ലി ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. റൈറ്റ്. റാസലാസ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്, റാസലാസ് എന്ന് പറയുന്ന ഒരു വർക്കാണ്, നമുക്ക് നോക്കാം. റാസലാസ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എപ്പിക് പോയമാണോ, നോവലാണോ, അപ്ലോഗ് ആണോ, ട്രാജഡി ആണോ? ഇതിലേതോ ആയിട്ടാണ് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുക. റാസലാസ്, സാമുവൽ ജോൺസന്റെ തന്നെ ഈ വർക്ക് ഒരു അപ്ലോഗ് ആണ്. ഇറ്റ് കൺവേസ് മോറൽ ലെസൺസ് ത്രൂ അലഗറീസ്. അലഗറീസ് എന്താണെന്ന് നമുക്കറിയാം. അലഗറീസിലൂടെ മോറൽ ലെസൺസ്, അതായത് നൈതികതയുടെ മാർഗങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ് എന്ത്, റാസലസ് എന്ന് പറയുന്ന സാമുവൽ ജോൺസന്റെ ഈ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സി അപ്ലോഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് റാസലാസ് ഇരിക്കുന്നത്. റാസലാസ് വാസ് റിട്ടൺ ടു
ഗെയിൻ ഫെയിം, ക്രിട്ടിസൈസ് സൊസൈറ്റി, പേ ഫ്യൂണറൽ എക്സ്പെൻസസ്, ഇംപ്രസ് പാട്രൺസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബുക്കിലൂടെ അദ്ദേഹം ശ്രമിച്ചത്? ഇതിന്റെ ഒരു എൻ പ്രൊഡക്റ്റ് എന്തായിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്? ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നോ? സൊസൈറ്റീനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നോ? എന്തെങ്കിലും മരണാനന്തര ചടങ്ങുകൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? അതോ പേട്രൻസ്, അദ്ദേഹത്തിന്റെ സംരക്ഷിക്കുന്ന രാജാക്കന്മാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നോ? അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ഫ്യൂണറൽ കോസ്റ്റുകളെ വഹിക്കാൻ വേണ്ടിയിട്ടാണ് റാസലാസ് എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതി കമ്പോസ് ചെയ്തതിനു ശേഷം അതൊരു വിൽപ്പന പോലെ നടത്തിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഫ്യൂണറൽ കോസ്റ്റുകൾക്ക് പൈസ കൊടുക്കുന്നത്. റൈറ്റ്, ടു കവർ ഹിസ് മദേഴ്സ് ഫ്യൂണറൽ കോസ്റ്റ്. നോക്കൂ, എത്ര ദുഃഖകരമായ ഒരു കാര്യമായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് അപ്ലോഗ് ഈസ്, അടുത്ത ചോദ്യം നമ്മൾ കണ്ടു. അപ്ലോഗ് എന്താണെന്നുള്ളത്. എന്താണ് ഒരു അപ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ ഡ്രാമാറ്റിക് മോണോലോഗ്, എ മോറൽ അലഗോറിക്കൽ സ്റ്റോറി, എ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്, എ ലിറിക്കൽ പോയം. ഇതിലേതാണ്? എ മോറൽ അലഗറിക്കൽ സ്റ്റോറി. നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലഗറി ചേർത്തിട്ടാണ് അത് എഴുതുന്നത്. ഇറ്റ് കൺവേസ് എത്തിക്കൽ ലെസൺസ് ത്രൂ നറേറ്റീവ്. ഇതിൽ കൃത്യമായിട്ടും എത്തിക്കൽ ലെസൺസ്, നൈതികതയുടെ മാർഗങ്ങളും ലെസൺസുമാണ് ഈ നറേറ്റീവ്സിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പൊ മോറൽ അലഗറിക്കൽ സ്റ്റോറീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആപ്ലോഗ് എന്ന് വിളിക്കുക. ആപ്ലോഗ്. ജോൺസൺസ് എഡിഷൻ ഓഫ് ഷേക്സ്പിയർ അപ്പിയർഡ് ഇൻ. ജോൺസന്റെ ഷേക്സ്പിയറിനെ കുറിച്ചിട്ടുള്ള എഡിഷൻ വർക്ക് വന്നത് എന്നാണ്? 1755, 1765, 1775, 1785. അത് വന്നിട്ടുള്ളത് 1765-ലാണ്. ഇറ്റ് എയിംഡ് ടു റീസ്റ്റോർ ടെക്സ്റ്റൽ ഓതന്റിസിറ്റി. അത് വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഈ വർക്കിലൂടെ അദ്ദേഹം എന്താണ് ജോൺസൺ ഉദ്ദേശിച്ചിട്ടുള്ളത്? എയിംഡ് ടു റീസ്റ്റോർ ടെക്സ്റ്റൽ ഓതന്റിസിറ്റി. ഇതാണ് അതിൽ വന്നിട്ടുള്ളത്. ലൈഫ്സ് ഓഫ് ദ പോയറ്റ്സ് വാസ് പബ്ലിഷ്ഡ് ഇൻ എന്നാണ്? ലൈഫ്സ് ഓഫ് ദ പോയറ്റ് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ജോൺസന്റെ വർക്കാണ്. ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. 1781-ലാണ് ലൈഫ്സ് ഓഫ് ദ പോയറ്റ്സ് എന്ന് പറയുന്ന ബയോഗ്രഫീസ് കം ക്രിറ്റിസിസം ആയിട്ടുള്ള ഈ വർക്ക് വരുന്നത്. അതായത് ഇത് ബയോഗ്രഫീസ് ആണ് ലൈഫ്സ് ഓഫ് ദ പോയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വരുന്നത് 1781-ലാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ചോദ്യം. ദ നമ്പർ ഓഫ് പോയറ്റ് ഡിസ്കസ്ഡ് ഇൻ ലൈഫ്സ് ഓഫ് ദ പോയറ്റ്സ് ഈസ്. എത്ര കവികളുടെ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന എത്ര കവികളുടെ ബയോഗ്രഫീസ് ആണ് ലൈഫ്സ് ഓഫ് ദ പോയറ്റ്സിൽ ജോൺസൺ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ്? 36 ആണോ, 42 ആണോ, 52 ആണോ, 60 ആണോ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ഡയറക്റ്റ് ആണ്. 52 കവികളുടെ പോയറ്റ്സിന്റെ ജീവചരിത്രമാണ്, ബയോഗ്രഫീസ് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതിലാണ് ആദ്യമായിട്ട് നമുക്ക് ഈ മെറ്റാഫിസിക്കൽ പോയിട്രി, മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഇവിടെ കാണാൻ പറ്റുക. റൈറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയറ്റ്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ജോൺസൺസ് ഇമ്പോർട്ടൻറ്റ് 6? ഇതിൽ പറയുന്നവരിൽ ജോൺസന്റെ പ്രധാനപ്പെട്ട 6 ഇഷ്ടപ്പെട്ട, പ്രധാനപ്പെട്ട, അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോയിറ്റ്സുകളിൽ ഒരാൾ ഇതിലുണ്ട്. അത് ആരാണെന്നാണ് ചോദിക്കുന്നത്. വേർഡ്സ്വർത്ത്, മിൽട്ടൺ, കീറ്റ്സ്, ടെന്നിസൺ. ഇതിൽ ആരാണ് ജോൺസന്റെ ഇമ്പോർട്ടൻറ്റ് 6-ൽ വരുന്നത്? ആരാണ്? മിൽട്ടൺ ആണ് വരുന്നത്. മിൽട്ടൺ. കാരണം അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ട് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. കീറ്റ്സിനെയും അതുപോലെ വേർഡ്സ്വർത്തിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു നല്ല കാലം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോൺസന്റെ കാലഘട്ടമാണ്, അതൊരു 1780-90കളോട് നിൽക്കും. വേർഡ്സ്വർത്ത് ഒക്കെ അതിന് ശേഷം വരുന്ന, കീറ്റ്സ് ഒക്കെ അതിന് ശേഷം വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ കുറിച്ച് ഒരിക്കലും ഇദ്ദേഹം പറയാൻ സാധ്യതയില്ല. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുക. എന്നിട്ട് അതിൽ ഉള്ള ഒരാള് മിൽട്ടൺ ആവാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ടുള്ള ഫിഗർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ തൽക്കാലം ട്രാൻസിഷൻ പീരീഡിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചെയ്ത് ഇവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. അടുത്തൊരു ക്ലാസ്സിൽ, അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പ്ലേലിസ്റ്റിലാണ്. ആ പ്ലേലിസ്റ്റിന്റെ അടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കാണാൻ പറ്റും. കുറേ കാലമായിട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി 3 നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എനിവേ, അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് സീ.